ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്, അതിനായിട്ട് ഏതൊക്കെ യൂട്യൂബ് ചാനലുകളാണ് ഫോളോ ചെയ്യുന്നത്, ടെലിഗ്രാം ചാനലുകൾ ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. ഞാൻ ഏത് രീതിയിലാണ് പഠിക്കുന്നത്, ക്ലാസ് കേട്ടിട്ടാണോ എഴുതിയിട്ടാണോ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണല്ലേ. അതിപ്പോൾ നടന്ന എക്സാമുകളിലൊക്കെ, അടുത്ത് നടന്ന എക്സാമുകളിലൊക്കെ 2023 നൊബേൽ പ്രൈസ് വരെ ചോദിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട്, അതായത് ഇന്ന് തൊട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തെ എക്സാമിനാണെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു റുട്ടീനിൽ ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റഡി റുട്ടീനിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് ഉണ്ടായിരിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് എഴുതി തന്നെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, ഉറപ്പായിട്ട് നമുക്ക് കേട്ടിട്ടും പഠിക്കാം കേട്ടോ. ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഈ അടുത്ത് കുറച്ചായിട്ടാണ്, ഈ 2026 തൊട്ടിട്ടാണ് കേട്ടോ ഞാൻ കറണ്ട് അഫയേഴ്സ് ഒക്കെ എഴുതി പഠിക്കാൻ തുടങ്ങിയത്. അതുവരെയ്ക്കും ഞാൻ കേട്ടിട്ട് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് എഴുതി പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സാമിനൊക്കെ പോകുമ്പോൾ തലേ ദിവസം റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ. പക്ഷെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. എങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു നോട്ടിൽ തന്നെ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് എടുത്ത് വായിച്ച് പഠിച്ചിട്ട് പോകാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എഴുതാൻ തുടങ്ങിയത് 2026. പക്ഷെ അത് കുറച്ച് ടൈം പോണ കാര്യമാണ്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം എഴുതാൻ പറ്റാതാവുമ്പോൾ മടി പിടിച്ചു പോകും കേട്ടോ. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, മടി പിടിച്ചിട്ട് പോകും. ഇപ്പോഴും എൻ്റെ ഒരു 10 ദിവസത്തോളമൊക്കെ പെൻഡിങ് ആണ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇനി കംപ്ലീറ്റ് ആക്കാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കറണ്ട് അഫയേഴ്സ് കൂടുതൽ കേട്ടു പഠിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ യൂട്യൂബ് ചാനലുകളാണ് അധികം യൂസ് ചെയ്യുക. യൂട്യൂബിൽ കറണ്ട് അഫയേഴ്സ് ഓൺ ആക്കിയിട്ടിട്ട് അത് കേൾക്കും കേട്ടോ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത്. അതല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരള മന്ത്രിസഭയൊക്കെ പുതിയതായിട്ട് വന്നതല്ലേ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു ടൈം കൊടുത്തിട്ട് തന്നെ അതിരുന്ന് കണ്ട് കേട്ട് പഠിക്കും. അതല്ലെങ്കിൽ റിവിഷൻ പോലുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ കേട്ടിട്ട് തന്നെ പഠിക്കും കേട്ടോ, ഇങ്ങനെ ജോലികളുടെ ഇടയിൽ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ചാനലാണ് ഈ ഒരു ചാനൽ കേട്ടോ, കേരള PSC ടിപ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉപകാരമായിട്ടും. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് വെച്ചോളൂ, നല്ല ചാനലാട്ടോ. കൂടാതെ 10th പ്രിലിംസിൻ്റെ ഒക്കെ അവരിപ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, നല്ല ചാനലാണ്. അതല്ലാതെ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് എഴുതുന്നുണ്ട് പറഞ്ഞല്ലോ, അത് ഞാൻ ടാലൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ പക്ഷെ അതിൽ ഒരുപാടുണ്ടാവും. ഞാൻ ചിലതൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്നത് ഞാൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് എഴുതുക. അതേപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സിന് ഈ സൂപ്പർ നോട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാനലാണ് ഈ കിരൺ PSC ടിപ്സ് എന്ന് പറഞ്ഞത്. ഇതും കറണ്ട് അഫയേഴ്സിന് അടിപൊളി ചാനലാട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനലെല്ലാം ഫോളോ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്കും കറണ്ട് അഫയേഴ്സിൽ നല്ല മാർക്ക് വാങ്ങാം. പിന്നെ ഹർഷിത എജ്യൂടെക്, അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനലിലും ഇടുന്ന കറണ്ട് അഫയേഴ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇനി ടെലിഗ്രാം ചാനലുകളാട്ടോ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബെൽ CA, ഇത് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അവർ പോളായിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റിപ്പോയാലും നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കാം അങ്ങനെ. പിന്നെ ഈ ഒരു ചാനൽ ടാർഗറ്റ് PSC കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരും പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാറുണ്ട്. മെയിനായിട്ട് കറണ്ട് അഫയേഴ്സ് പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ ടെലിഗ്രാമിൽ പോയാൽ മതി. പിന്നെ ഈ ഒരു ചാനൽ കേട്ടോ, ഡെയിലി CA മലയാളം എന്ന് പറഞ്ഞത്, ഈ ഒരു ചാനലും എനിക്കിഷ്ടമാണ്. അതേപോലെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സിനായിട്ട് ഞാൻ ഈ ഒരു ചാനലാട്ടോ, PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യാറുള്ളതാണ് എൻ്റെ ഈ ഒരു നോട്ട്ബുക്ക് കേട്ടോ, ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഈ ഒരു നോട്ട്ബുക്ക്. ഞാൻ പറഞ്ഞില്ല, ഒരു 10 ദിവസത്തോളം പെൻഡിങ് ഉണ്ട് എഴുതാൻ. എനിക്ക് കുറച്ച് കല്യാണങ്ങളും അതേപോലെ സ്കൂൾ തുറക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും. ഇതിന് മാത്രം ഫുൾ ടൈം കൊടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ 10th പ്രിലിംസ് വരെ അല്ല, അപ്പോൾ അതിനും പഠിക്കണം. അതുകൊണ്ട് ഞാനൊരു 2-3 ക്ലാസ് വെച്ചിട്ട് ഡെയിലി എഴുതി പോവാണിപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ. കൂടുതലായിട്ടും ഞാൻ ടെലിഗ്രാമിൽ പോൾ ചെയ്ത് നോക്കും. അതേപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സും കേൾക്കും. മെയിനായിട്ട് അങ്ങനെ കേട്ടോ. അതിപ്പോൾ ഡെയിലി CA ആയിട്ടും കേൾക്കും, അതേപോലെ വീക്കിലി റിവിഷനായിട്ടും ഉണ്ടാവും യൂട്യൂബിൽ, അതും കേൾക്കും. മന്ത്ലി റിവിഷൻ കേൾക്കും, അങ്ങനെ. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. നിങ്ങളിതിൽ ഏതെങ്കിലുമൊക്കെ ചാനലുകൾ ഫോളോ ചെയ്ത് വെച്ചോളൂ, എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. പിന്നെ ഞാൻ ഡെയിലി പഠിക്കാറുണ്ട് കേട്ടോ, അതുകൂടി ഞാൻ പറയാം. എങ്ങാനും 1-2 ദിവസമൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയാലേ ഉള്ളൂ.
എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് കേട്ട് പഠിക്കാറുണ്ട് യൂട്യൂബിൽ. മെയിൻ എൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.